ശക്തമായ മഴയിൽ റബ്ബർ മരം ഒടിഞ്ഞു വീണ് കുടിൽ തകർന്നു. കുളത്തൂപ്പുഴ ഭാരതീപുരം സ്വദേശിനി രാധാമണിയുടെ കുടിലാണ് തകർന്നത്. ഇവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. കഴിഞ്ഞ രാത്രിയായിരുന്നു സംഭവം. എൻ്റെ പിന്നിലായിട്ട് കാണാം ഒരു ഷെഡിൻ്റെ മണ്ടയിലൂടെ ഇന്നലെ രാത്രിയിൽ മരം ഒടിഞ്ഞു വീണു. അതിനകത്ത് ആളുണ്ടായിരുന്നു. രാധാമണി എന്ന് പറയുന്ന സ്ത്രീ അതിനകത്തുണ്ടായിരുന്നു. അവരുടെ കോഴിക്കൂട്ടിനകത്ത് കോഴിയുണ്ടായിരുന്നു. അവരുടെ റൂമിനകത്തിരുന്ന അലമാരിയുടെ മണ്ടയിൽ ഈ റബ്ബർ മരത്തിൻ്റെ ശിഖരങ്ങൾ തങ്ങി നിന്നതുകൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. ഇവിടെ ഒരു മരണം സംഭവിച്ചെങ്കിൽ മാത്രമേ മരം മുറിക്കാൻ അനുവദിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുക? ഇതിനെതിരെ ശബ്ദം ഉയർത്തുവാൻ ഇവിടുത്തെ ഈ സമരത്തിൽ പങ്കെടുത്ത് നിൽക്കുന്ന ഇവിടുത്തെ തൊഴിലാളികൾ, ഇവിടുത്തെ ആൾക്കാർ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. കുളത്തൂപ്പുഴ ഭാരതീപുരം സ്വദേശിനി രാധാമണിയുടെ കുടിലാണ് കൂറ്റൻ റബ്ബർ മരം ഒടിഞ്ഞു വീണ് പൂർണ്ണമായും തകർന്നത്. ഇവിടെ താമസിച്ചിരുന്ന രാധാമണി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കഴിഞ്ഞ രാത്രിയായിരുന്നു സംഭവം. വീട് പൂർണ്ണമായി തകർന്നതോടെ താമസിക്കാൻ ഇടമില്ലാത്ത സ്ഥിതിയിലാണ് രാധാമണി. ഈ സംഭവം അപ്പോഴത്തേന് കയറി കിടന്ന് അങ്ങനെ സൗണ്ട് കേട്ടുകൊണ്ട് എഴുന്നേക്കുന്നതിന് മുമ്പേ മരം ഒടിഞ്ഞ് വീണ് കഴിഞ്ഞു. ഒരലമാര ഇരുന്നതുകൊണ്ട് ജീവൻ രക്ഷിച്ചിങ്ങനെ നിന്ന് എനിക്ക് പുറത്തോട്ട് ഇറങ്ങാനും ഒക്കാതെ വന്നു പോയി. ഇത്രയും കാലമായി 10-15 വർഷം ഇതിനകത്ത് വന്ന് കയറിയിട്ട് ഇനി ഒരു മാടം ഉണ്ടാക്കാൻ പോലും നിവൃത്തിയില്ലാത്തതാണ് ഞാൻ എന്ത് വേണമെന്നുള്ള ഇതിൽ നിൽക്കുക. ഇത്തരത്തിൽ നിരവധി കുടിലുകൾക്ക് മുകളിൽ ഏതു സമയവും ഒടിഞ്ഞു വീഴാറായി റബ്ബർ മരങ്ങൾ നിൽപ്പുണ്ട്. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഭാഗത്തുനിന്ന് ഒരുപടി മണ്ണ് കിട്ടിയപ്പോഴും സമാധാനമായിട്ട് കടന്നുറങ്ങാൻ സമരഭാഗത്തു നിന്നുള്ള ആൾക്കാർ നമ്മളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. അതിനാൽ ഈ മരം നിൽക്കുന്ന നമ്മുടെ പുറകിൽ നിൽക്കുന്ന മരം ഒരു ജീവനേലും ഇവിടെ അപകരിച്ചു പോകും. അതിനായിട്ട് സർവ്വദൈവത്തെയും വിളിച്ചാണ് നമ്മളിവിടെ കിടക്കുന്നത്. പ്രായമുള്ള അമ്മമാരും നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാരും ഇവിടെ ജീവനെ ഭയന്നാണ് കിടക്കുന്നത്. ഈ മരം മുറിക്കാൻ സമ്മതിക്കാത്തതിനാൽ നമ്മളും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇത് എത്രയും പെട്ടെന്ന് വാസയോഗ്യമാക്കി തരാൻ വേണ്ടി സമരഭൂമിക്കകത്ത് നിൽക്കുന്ന മരങ്ങൾ മൊത്തം അടികൊണ്ട് കംപ്ലീറ്റ് പോയി. എല്ലാം ഉണങ്ങി നിൽക്കുക മരങ്ങൾ. ഈ അടുത്ത കാറ്റത്തും മഴയത്തും എങ്ങനെയാണെങ്കിലും ഷെഡിൻ്റെ മണ്ടയ്ക്ക് വീണ് ആൾക്കാർ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് മരങ്ങൾ വെട്ടി മാറ്റി ഇവിടുന്ന് മാറ്റണമെന്നുള്ള താല്പര്യപ്പെടുന്നു. അരിപ്പ സമരഭൂമിയിൽ ഭൂമിക്കായി സമരം നടത്തിയവർക്ക് LDF സർക്കാരിന്റെ കാലത്ത് മുൻ MLA PS സുബാലിന്റെ ഇടപെടൽ മൂലം പട്ടയം ലഭിച്ചിരുന്നു. എന്നാൽ ചില ഭൂമിയിൽ തർക്കം നിലനിൽക്കുന്നതിനാൽ മരങ്ങൾ മുറിച്ചു മാറ്റുവാൻ താമസം നേരിടുകയാണ്. ഈ സാഹചര്യത്തിലാണ് കുടിലുകൾക്ക് മുകളിലേക്ക് നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ഉയരുന്നത്. ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കിയില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പിന്നെ എല്ലാ മരങ്ങളും കരിഞ്ഞ് ഉണങ്ങി നിൽക്കുകയാണ്. എപ്പോഴായാലും കെട്ടിടത്തിൻ്റെ പുറത്ത് വീഴാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും മരം മുറിച്ച് മാറ്റിയാൽ കൊള്ളാം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ.